ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. പപ്പടം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റിയായ ചമ്മന്തിയുടെ റെസിപ്പി നമുക്ക് എങ്ങനെയൊന്ന് കണ്ടു നോക്കാം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി. അതിനായി ഞാനിവിടെ 5 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് 4ആയി കീറി മുറിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം. പക്ഷേ ഓയിലിൻ്റെ അളവൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലേക്ക് തന്നെ നമുക്കൊരു 5-6 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 5 വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. നന്നായി റോസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പപ്പടം ഒന്ന് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങയൊക്കെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അവനവന് എത്രയാണ് ആവശ്യം അത്രയും തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിരിക്കും ഈ ചമ്മന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.